കേരളത്തിന്റെ ബിസിനസ് സാധ്യതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നെഗറ്റീവായി മാത്രം പ്രതികരിക്കുന്ന മനോഭാവത്തിലേക്ക് മലയാളികളിൽ ഭൂരിപക്ഷത്തെയും എത്തിച്ചതിൽ ട്രേഡ് യൂണിയനിസം അടക്കമുള്ള പ്രാകൃത വ്യവസ്ഥിതികൾക്ക് പങ്കുണ്ടെന്നത് നിഷേധിക്കാനാകില്ല. പക്ഷേ അടുത്ത കാലത്തായി കേരളത്തിന് പറ്റുന്ന വ്യവസായത്തെയും സംരംഭത്തെയും കുറിച്ചുയർന്നു വരുന്ന ചർച്ചകളെ ബോധപൂർവം നെഗറ്റീവാക്കണോ? ഒന്നും നടക്കില്ല, ഇവിടം നരകമാണെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് ഇതേ ട്രേഡ് യൂണിയന്റെയും സർക്കാരിൻ്റെയും നിയമങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് വിജയിച്ച സംരംഭകരെയും ലോകത്തോളം വളർന്ന പല സംരംഭകരെയും അറിയാഞ്ഞിട്ടാണോ നമ്മുടെ നാടിനെ ഇന്നും കുറ്റം പറയുന്ന ക്യാമ്പയിൻ നടക്കുന്നത്? 1000 കോടിയോളം ടേൺ ഓവറുള്ള നിരവധി കമ്പനികളും 100 കോടിയോളം ടേൺ ഓവറുള്ള 100-ലധികം കമ്പനികളും കേരളത്തിലുണ്ടെന്ന് പുതിയ കണക്കുകൾ പറയുന്നു. എന്താണ് കേരളത്തിൻ്റെ ഇനിയുള്ള സാധ്യത? അതിലേക്ക് എൻ്റെ ശ്രദ്ധയാകർഷിച്ചത് ചാനലായം.com നടത്തിയ ഷീപ്പ് പവർ എന്ന വനിതാ സമ്മിറ്റിൻ്റെ വേദിയിൽ മന്ത്രി KN ബാലഗോപാലും മറ്റ് സംരംഭകരും പറഞ്ഞ കാര്യങ്ങളാണ്. കേരളത്തിന് ഒരു ഹിഡൻ പൊട്ടൻഷ്യലുണ്ട്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക്. ചെറിയ ചെറിയ ക്ലസ്റ്ററുകളിലായി തുടങ്ങാവുന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, കയറ്റുമതി ലക്ഷ്യമിട്ട് നടത്താവുന്ന സെമി ഫ്രോസൺ ഫുഡ് യൂണിറ്റുകൾ, ഫ്രോസൺ പച്ചക്കറികൾ, വിദേശ മാർക്കറ്റ് ലക്ഷ്യം വയ്ക്കാവുന്ന പുതിയ പഴവർഗ്ഗങ്ങളുടെ കൃഷി, ഇങ്ങനെ സംരംഭക മാതൃകകൾക്ക് കേരളം പാകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ഒരു കമ്പനിയിൽ 70 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയാണ്, അല്ല വേറെ വലിയ ഫാക്ടറി ഒന്നുമല്ല. ചിപ്സാണ്, നോക്കിയപ്പം ബനാന ചിപ്സാണ്. മോഡേൺ IT ഡിജിറ്റൽ ചിപ്സ് അല്ല, മാവേലിക്കലാണ്. 70 കോടി രൂപ ഒരു കമ്പനിയിൽ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്കിൾ ചിപ്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതേപോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ വരുന്നുണ്ട്. ധാരാളം അങ്ങനത്തെ വളരെ വേൾഡ് ബ്രാൻഡിൽ കാണാവുന്ന തരത്തിലുള്ള പെർഫെക്ഷനോടുകൂടിയുള്ള പല പ്രൊഡക്ട്സ് അവിടെ കാണാനുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.